ഹലോ മക്കളെ, +2 ക്ലാസ്സിനകത്ത് എല്ലാവരും ഇതാ കാൽക്കുലസ് പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യമായിട്ട് കാൽക്കുലസ് പഠിക്കുമ്പോൾ ഏത് വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് അറിഞ്ഞുമല്ല, കാൽക്കുലസിൻ്റെ വെയിറ്റേജ് തന്നെയാണ്. 5 പാഠം ഉൾപ്പെടുന്ന, അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻറ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 5 പാഠം ഉൾപ്പെടുന്ന കാൽക്കുലസിൻ്റെ +2 ബോർഡ് എക്സാമിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 35 to 40% മാർക്കാണ്. അതായത് മറ്റ് എല്ലാ പാഠം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വെയിറ്റേജ് ചോദിക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഇത്രയും വെയിറ്റേജ് ഉള്ള ഈ ഒരു ടോപ്പിക് ബോർഡ് എക്സാമിന് എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപാട് വലയ്ക്കാറുണ്ടെന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഏത് ഭാഗമാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവാറ് എന്നാണ് ആദ്യ ക്വസ്റ്റ്യൻ. മക്കളെ, 5ാമത്തെ പാഠം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആ കാണുന്ന ചാപ്റ്ററാണ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ. കാരണം 5ാമത്തെ പാഠം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 6ാമത്തെ പാഠമായിട്ടുള്ള അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അതായത് 5ാമത്തെ ബാക്കി പത്രമാണ് 6ാമത്തെ പാഠം പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. 5ാമത്തെ പാഠം അറിഞ്ഞാലാണ് നമുക്ക് 7ാമത്തെ പാഠമായിട്ടുള്ള ഇൻറ്റഗ്രൽസിൻ്റെ ബേസിക്സ് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഇൻറ്റഗ്രൽസിനകത്തുള്ള ഒരു ടോപ്പിക് നമുക്ക് വളരെ ഗംഭീരമായി ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 5ാമത്തെ പാഠത്തിലെ ഡിഫറൻഷ്യബിലിറ്റി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് 7ാമത്തെ പാഠമായിട്ടുള്ള ഇൻറ്റഗ്രൽസ് വളരെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 7ാമത്തെ പാഠമായിട്ടുള്ള ഇൻറ്റഗ്രൽസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 8ഉം 9ഉം പാഠമായിട്ടുള്ള അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈസിലി പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 5 പാഠവും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ കാണുന്ന 5 പാഠത്തിനകത്തുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് പാഠം എന്ന് പറയുന്നത് അത് ഇൻറ്റഗ്രൽസ് തന്നെയാണ്. ഇൻറ്റഗ്രൽസിനകത്ത് ബോർഡ് എക്സാമിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. ഒരുപാട് ടൈപ്പുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT ബുക്കിനകത്തുള്ള ഒരു ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ്. NCERT ബുക്കിലെ ഡിറ്റോ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ NCERT ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻ പഠിച്ച് പോവുകയാണെങ്കിൽ ആ കാണുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും ബോർഡ് എക്സാമിന് ഉണ്ടാവുക. ലാസ്റ്റ് അക്കാദമിക്കലായിക്കോട്ടെ, അതിൻ്റെ മുൻ വർഷങ്ങളായിക്കോട്ടെ, നമ്മളോട് പറയുന്ന ചോദ്യം തന്നെയായിരുന്നു ബോർഡ് എക്സാമിന് ചോദിച്ചിരുന്നത്. അഗ്നി ബാച്ചിനകത്ത് നമ്മൾ അതിഗംഭീരമായിട്ട് കാൽക്കുലസ് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അഗ്നി ബാച്ചിലെ മക്കൾ ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എങ്ങനെയുണ്ട് അഗ്നി ബാച്ചിൻ്റെ കാൽക്കുലസ് ക്ലാസ് എന്ന്. വളരെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഏറ്റവും ഈസിയാക്കി CBSE ക്ലാസ് 12 ബോർഡ് എക്സാം ചോദിച്ച മുൻ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തുകൊണ്ടാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചുകൾ കടന്നു പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം ഈ കാണുന്നൊരു ഭാഗം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയും, നിങ്ങൾ ചെയ്യേണ്ടത് NCERT ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബേസ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. NCERT ക്വസ്റ്റ്യന് ശേഷം ദി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, CBSE ക്ലാസ് 12 ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ഏതെല്ലാം നിങ്ങൾ 2022 മുതലുള്ള എല്ലാ ചോദ്യങ്ങളും, 22ലെ CBSE ബോർഡ് എക്സാമും 23ലെയും 24ലെയും 25ലെയും എല്ലാ ചോദ്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രമേ ബോർഡ് എക്സാമിന് പ്രവേശിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ആ കാണുന്ന ടൈപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. NCERT ബുക്കിനകത്തുള്ള ഡിഫിക്കൽറ്റി അല്ല ബോർഡ് എക്സാമിന് എല്ലാവർക്കും പറയാം. സോ ആ കാണുന്ന ഡിഫിക്കൽറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് CBSE ബോർഡ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എക്കാലവും ഞങ്ങൾ ചൂണ്ടിക്കാട്ടാറ്. സൈലത്തിൻ്റെ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് അഗ്നി ബാച്ചിനകത്ത് ഈ വർഷം ചോദിച്ച 2025ലെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ഉൾപ്പെടെ വർക്കൗട്ട് ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ വേണം ഏതൊരു വിദ്യാർത്ഥിയും പഠിക്കാൻ വേണ്ടി. മക്കളെ, ഇനീഷ്യലി കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ദയവ് ചെയ്ത് ഒരാൾ പോലും ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കരുത്. അവസാനം നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിരിക്കും. നമുക്ക് എക്സാം ഒരിക്കലും ഒരു ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ കാൽക്കുലസ് മാറ്റിവെക്കുകയാണെങ്കിൽ. എക്സാം പ്രഷർ നമുക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ കാൽക്കുലസ് മാറ്റിവെക്കുകയാണെങ്കിൽ. സോ അതുകൊണ്ട് എല്ലാ മക്കളും കാൽക്കുലസിന് വേണ്ടി സമയം എടുത്തുകൊണ്ട് തന്നെ, അതായത് ഇന്ന് എല്ലാം പഠിച്ചു തീർക്കാമെന്ന് ആരും വിചാരിക്കരുത്. അത്തരത്തിലല്ല, നമ്മൾ കുറച്ച് സമയം, കുറച്ച് മാസങ്ങൾ കാൽക്കുലസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ബാക്കി എല്ലാ പാടും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, ഇൻവെസ്റ്റ് ടൈം ഇൻ കാൽക്കുലസ്. അത്യാവശ്യ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പ്രോബ്ലം പഠിച്ചുകൊണ്ട് കാൽക്കുലസ് മനോഹരമാക്കി മാറ്റുക. സോ ഗൈസ്, സീ യു. അഗ്നി ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉടനടി തന്നെ 9995400800 എന്ന് പറയുന്ന ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം മക്കളെ. ഒന്നിച്ച് തന്നെ ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാം. സോ ഗൈസ്, ബൈ, താങ്ക് യു.